പ്രസാദ് ഉടുമ്പശ്ശേരി ഒപ്പം ലിജോ വർഗീസ് എന്നിവർ ചേരുന്നു. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോയാൽ, പ്രസാദ്, ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ 11 മണിക്ക് തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്നുള്ള പൂര വിളംബരത്തിനായിരിക്കും അല്ലേ? തീർച്ചയായും ലക്ഷ്മി, കാരണം ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് പൂര വിളംബരത്തിന് തന്നെയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി പുറത്തേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ്. ആ കാഴ്ച കാണാൻ തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. പൂരാവേശത്തിലാണ് തൃശ്ശൂർ നഗരി എന്ന് പറയാം. നമ്മളോടൊപ്പം ലിജോയുണ്ട്, ആസിഫുണ്ട്. ലിജോ, എന്തായാലും തൃശ്ശൂർ ആവേശത്തിലേക്ക് കയറി കഴിഞ്ഞു. തീർച്ചയായും ആ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എറണാകുളം ശിവകുമാറിൻ്റെ പുറത്തേറിയാണ് നെയ്തലക്കാവ് ഭഗവതി. അതിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പടിഞ്ഞാറ് ശ്രീമൂലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് അവിടെ ഇപ്പോൾ മേളം നടക്കുകയാണ്. ആ മേളം കൊട്ടി ഉള്ളിലേക്ക് കയറും. അവിടെ നിന്ന് ശ്രീമൂലസ്ഥാനം പടിഞ്ഞാറേ ഗോപുരനട വഴി ഉള്ളിലേക്ക് കയറുന്നത് വടക്കുന്നാഥന് ഒരു വശം ചുറ്റി ഇവിടെ തെക്കേ ഗോപുരനട, അവിടെ നിന്ന് തെക്കേ ഗോപുരനട വരും. തെക്കേ ഗോപുരനട തുറക്കുമ്പോഴാണ് വലിയൊരു ആവേശം എല്ലാ കാലത്തും ഉണ്ടാവാറില്ല. ഗോപുരനട തുറന്ന് ശിവകുമാർ ആദ്യം പുറത്തേക്ക് വരും. പുറകെ ഭഗവതിയുടെ തിടമ്പ് അതിലുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഈ കാണികളെല്ലാം അഭിവാദ്യം ചെയ്താണ് മുമ്പോട്ട് പോവുക. ഇവിടെ നിന്ന് പിന്നീട് കാണുന്നത് പുറത്തുകൂടെ, അതായത് ഗ്രൗണ്ടിലൂടെ പുറത്തേക്ക് വീണ്ടും പോയി വീണ്ടും ശ്രീമൂലസ്ഥാനത്തെത്തും. ശ്രീമൂലസ്ഥാനത്തെത്തി അവിടെ ആന അവിടെ വണങ്ങും, ശ്രീമൂലസ്ഥാനം വണങ്ങും. അതിനുശേഷം ശംഖു വിളിക്കും. 3 തവണ ശംഖു വിളിക്കുന്നതോടുകൂടി പൂരം വിളംബരമായി. അതോടുകൂടി ഈ വർഷത്തെ പൂരം തുടങ്ങുകയാണ്. അതോടുകൂടി അതെ അതെ, ആവേശം നമുക്കിപ്പോൾ തന്നെ കാണാം. ആളുകളുടെ ഒരു വലിയൊരു ആരവം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു, പക്ഷെ ഇതൊന്നും ആയിരിക്കില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നിന്ന് തിരിയാൻ കഴിയാത്ത വരും. പക്ഷെ വേറൊരു കാര്യം, എനിക്കൊന്നു എറണാകുളം ശിവകുമാർ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പൂര വിളംബരം എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയ ആരവമാക്കിയതിനും പിന്നിൽ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അത് നമുക്കറിയാം, ഒരു ആനയാണ് എന്ന്. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വന്ന പോലാണ് ഈ ഒരു പൂര വിളംബരം പൂരത്തിന്റെ ഒപ്പം തന്നെ ഇതുപോലെ ആള് ഒത്തുകൂടുന്ന ഒരു ആരവമായി മാറുകയും. പക്ഷേ എറണാകുളം ശിവകുമാർ ഇപ്പം 5ാമത്തെ തവണയാണ്, തുടർച്ചയായിട്ട് 5ാമത്തെ ചെറുപൂരമായി മാറുന്നത്. രണ്ടുപേരിലേക്കും തിരിച്ചു വരാം. ഇവിടെ ലക്ഷ്മി കാണാം, ആളുകളെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത് നേരത്തെ പരിചയപ്പെട്ടതാണ്. ജർമ്മനിയിൽ നിന്നാണ് 2 പേർ വന്നിട്ടുള്ളത്. അവരെ കൂടി നമുക്കൊന്ന് അവരിലേക്ക് കൂടി പോകാം. How's your experience? It's great. It's so exciting, so overwhelming. It's so different compared to Europe. All the decorations, all the people on the streets, everybody's happy, everybody has a nice experience. It's great. We love it. The firework yesterday was crazy. It's so loud, like we never have fireworks like that in Europe, so we are looking forward to see it tonight again. You heard about our Thrissur Puram earlier? No, we didn't. We just found it by accident. We were in the area and we decided just to stop by and have a look. Okay. അതാണ് എൻ്റെ പേര് ജയകൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്രാവശ്യത്തെ പൂരം അടിപൊളിയായിരിക്കും. മഴയൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശാമ്പിൾ പഠിക്കട്ടെ അടിപൊളിയായിരുന്നു. അപ്പോൾ പൂരം കാണാൻ വരുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് നൽകുന്നു. അപ്പോൾ 2 വരി പാട്ട് വേണമെങ്കിൽ പാടാം. ഈ മനോഹര ഭൂമിയിലെനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂവിൽ ആരു ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സൗഖ്യം സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു നാം. സൗഖ്യം നുകരുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് വരാം. എന്തായാലും ലക്ഷ്മി കേട്ടില്ലേ, അത് തന്നെയാണ് ആവേശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവിടെ നിരവധി ആളുകളാണ് ഈ പൂരത്തിന്റെ ഈ അവസാനത്തെ ഈ പൂര വിളംബരം കാണാൻ വേണ്ടി നിൽക്കുന്നത്. ആന ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് തന്നെ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ്. തൃശ്ശൂർ പൂരം എങ്ങനെയൊക്കെയാണ് ഏത് തരത്തിലാണ് പോകുന്നത്, ആചാരപരമായി എങ്ങനെയാണ് അത് ഉണ്ടാവുക, അതിന്റെ മേളത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങി ആ കാര്യത്തെക്കുറിച്ച് വളരെ ധാരണയോടുകൂടി സംസാരിക്കുകയും അത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമായിരിക്കും. തീർച്ചയായിട്ടും മാതൃഭൂമി പുറത്തിറക്കിയ തൃശ്ശൂർ പൂരം മധ്യ കേരളത്തിന്റെ പൂരചരിത്രം ഞാൻ എഴുതിയ പുസ്തകമാണ്. 2 എഡിഷൻ കഴിഞ്ഞ പുസ്തകമാണ്. എൻ്റെ പേര് വിനോദ് കണ്ടേങ്കാവൽ. തൃശ്ശൂർ പൂരം ഇന്ന് പൂരവിളംബരത്തോടുകൂടി പൂരമായി കഴിഞ്ഞു. ശക്തൻ തമ്പുരാൻ പൂരം ചിട്ടപ്പെടുത്തിയപ്പോൾ നെയ്തലക്കാവ് ഭഗവതിയെയാണ് തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരത്തിൻ്റെ നട തുറക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത്. അതിന് തന്നെ ഒരു ചരിത്രം നമുക്ക് പറയാം. കൊച്ചി രാജാവിന് പഴയന്നൂർ ഭഗവതിയാണ് കൊച്ചി രാജാവിൻ്റെ പരദേവതയെങ്കിലും കൊച്ചി രാജാവിന് അത്രയും പ്രധാനപ്പെട്ട ദേവതയാണ് നെയ്തലക്കാവ് ഭഗവതി. നെയ്തലക്കാവ് ഭഗവതിയെ കൊച്ചി രാജാവ് ഇതിനെ ഏൽപ്പിച്ചതിന് പിന്നിലൊരു ചരിത്രമുണ്ട്.
പഴയകാലത്ത് കുറ്റൂർ എന്ന ദേശത്ത് നിന്ന്, നെയ്തലക്കാവിരിക്കുന്ന കുറ്റൂർ എന്ന ദേശത്ത് നിന്ന് ഒരു സ്ത്രീയെ കൊച്ചി രാജ്യത്തെ ഒരു രാജാവ് വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം കഴിച്ചിരുന്ന രാജാവ്, അപ്പോൾ ഈ കൊച്ചി കോലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി തൃപ്പൂണിത്തറ കോവിലകത്ത് മണ്ഡലകാലത്ത് 41 ദിവസവും കളമ്പാട്ടുണ്ടാവാറുണ്ട്. ഓരോ ദിവസം ഓരോ ഭഗവതിമാർക്കാണ് കളമ്പാട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വർഷം കളമ്പാട്ട് നടത്തുമ്പോൾ ഒറ്റ കളത്തിൽ പോലും ഭഗവതിമാർ തുള്ളി വരികയോ കളം കൊള്ളുകയോ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കുറ്റൂരുള്ള ആ നെയ്ത്യാരമ്മ എന്നാണ് അവരെ പറയുക. നെയ്ത്യാരമ്മ പറഞ്ഞു, എൻ്റെ ഭഗവതിയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ കളം കൊണ്ടേനെ. ഇത് പറഞ്ഞത് രാജാവിനെ ക്ഷുഭിതനാക്കി. രാജാവ് അവരെ കൽത്തുറുങ്കിലടച്ചു എന്നാണ് പറഞ്ഞത്. ചുറ്റും ആനച്ചങ്ങല പഴുപ്പിച്ചിട്ട് കൽത്തുറുങ്കിലടച്ചു. അതിൻ്റെ ഭാഗമായി ഈ കുറ്റൂർ നെയ്തലക്കാവിലെ കോമരം വെളിച്ചപ്പെട്ട് അവിടെ വരികയും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കൊച്ചി രാജാവിന് നെയ്തലക്കാവിലമ്മയോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യമുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി, നെയ്തലക്കാവ് ഈ 3 ഭഗവതിമാർ മാത്രമേ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ഭഗവതിയുള്ളൂ. ബാക്കിയൊക്കെ ദുർഗയും ശാസ്താവുമാണ്. അപ്പോൾ പഴയകാലത്ത് പൂരങ്ങളിൽ ദുർഗയും ശാസ്താവുമാണ് പങ്കെടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തി പൂരത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭദ്രകാളി സങ്കല്പത്തിലുള്ള ഭഗവതിമാരെ കൂടി ഉൾപ്പെടുത്തിയത്, തട്ടക ഭഗവതിമാരെ കൂടി ഉൾപ്പെടുത്തിയത് ശക്തൻ തമ്പുരാൻ്റെ ഉൾക്കാഴ്ചയുടെ ഫലമാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിൻ്റെ പുറത്തേറി. അതിനു മുമ്പ് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, നവകം പൂജ, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ കഴിഞ്ഞ് ഭഗവതി പുറത്തേക്കിറങ്ങുകയും ഭദ്രകാളിയുടെ പിതാവിൻ്റെ സ്ഥാനമുള്ള മഹാദേവൻ പുത്തിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് മഹാദേവനോട് അനുവാദം വാങ്ങിയാണ് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറക്കുന്നതിന് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പൂരവിളംബരത്തിന് വേണ്ടി വരുന്നത്. അവർ പൂരവിളംബരത്തിനായി വന്ന് മണികണ്ഠനാലിലെത്തി. മണികണ്ഠനാലിൽ അതിഗംഭീരമായ പാണ്ടിമേളം, കക്കാട് രാജപ്പമാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തിന് ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ത്രിപുടമേളത്തോടെ വന്ന് ഇവിടെ കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവ തെക്കേ ഗോപുരനടയിൽ അകത്ത് നടത്തി. അതിനുശേഷം പുറത്തേക്കിറങ്ങി മാരാർ, അടിയന്തര മാരാർ 3 ശംഖ് വിളിക്കുന്നതോടെ തെക്കേ ഗോപുരത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. തള്ളി തുറക്കുകയല്ല കേട്ടോ, തുറക്കുകയാണ്. തുറക്കുകയാണ്. ആ തുറന്ന് ഇതിലേക്ക് പുറത്തേക്ക് കടന്ന് വീണ്ടും നടപ്പാണ്ടിയുടെ അകമ്പടിയോടുകൂടി ശ്രീമൂലസ്ഥാനത്തെത്തി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമാരാർ ശംഖ് വിളിക്കുന്നതോടെയാണ് പൂരവിളംബരം എന്ന ചടങ്ങ് പൂർത്തിയാവുന്നത്. ഈ ആളുകൾക്ക് ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ പൂരം കണിമംഗല ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങി 36 മണിക്കൂറാണോ, 34 മണിക്കൂറാണോ, 32 മണിക്കൂർ? അതായത് 36 മണിക്കൂർ എന്നുള്ളത് പഴയ കാലത്തെ ഒരു ചിട്ടയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ 36 നിൽക്കില്ലല്ലോ, അതിലും അധികം. ഈ പൂരവിളംബരം എന്ന ചടങ്ങ് ഏകദേശം നമ്മളത് പറയാതിരിക്കാനാവില്ല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ പുറത്തേറി പൂരവിളംബരം നടത്തി തുടങ്ങിയതിന് ശേഷമാണ് പൂരവിളംബരത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടാകുന്നത്. ചെറുപൂരമായി മാറി. ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ 10-15 പേർ വന്നു നിന്ന് ഈ ആനയെ ഇത് കഴിഞ്ഞു പോയോ എന്ന് നമുക്കന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ആകെ 10 ആളെ ഉണ്ടാവുള്ളൂ. അവരിതുപോലെ വരുന്നു, ഇതിലെ തിരിച്ചു പോകുന്നു, ഇറങ്ങിപ്പോകുന്നു. ആരും അറിയാതെ പോരുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന ആന, ആ ആനയുടെ ആ ഒരു പ്രാധാന്യം കൊണ്ട് ഈ ചടങ്ങ് വലുതാവുകയും ആ പാണ്ടിമേളത്തിന് വലിപ്പം കൂടുകയും ഈ ചടങ്ങ് വലുതാവുകയാണ് ഉണ്ടാവുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങി. ഇത് ഇവിടെ നിന്ന് ഇനി തിരിച്ചെത്തുമ്പോൾ വളരെയധികം സമയം അവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിയ്യൂർ മൂത്തേടത്ത് മനയിൽ ഇറക്കി പൂജ, അതിനു മുമ്പ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ സേവ എന്ന് തുടങ്ങി വിവിധ ചടങ്ങുകൾക്ക് ശേഷമാണ് നെയ്തലക്കാവിൽ തിരിച്ചെത്തുന്നത്. പൂരവിളംബരം അതെ, ആവേശമായി.